നമസ്കാരം. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം BJPക്ക് അനുകൂലമായ ട്രെൻഡിംഗ് എന്നുള്ള സൂചനകൾ പുറത്തു വരികയാണ്. BJP വലിയ വോട്ട് നേട്ടം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുമെന്നും 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം കൈവരിക്കാനുള്ള മുന്നൊരുക്കം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ചരിത്രത്തിൽ ആദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിലെത്തുമെന്നുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു. RSS നടത്തിയ ഗ്രൗണ്ട് സർവേ, ആ ഗ്രൗണ്ട് സർവേയിൽ തന്നെ 55 സീറ്റ് നേടി തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചെടുക്കുമെന്നാണ് നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ. അതുപോലെ തന്നെ തൃശൂർ കോർപ്പറേഷൻ BJPക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. BJP തൃശൂർ കോർപ്പറേഷൻ കൈക്കലാക്കുമെന്നുള്ള സൂചനകളും പുറത്തു വരുന്നു. റെക്കോർഡ് നേട്ടത്തോടുകൂടി പാലക്കാട് മുനിസിപ്പാലിറ്റി BJP നിലനിർത്തും. കേരളത്തിൽ 4 നഗരസഭകൾ BJPക്ക് വിജയിക്കാൻ സാധ്യതയുള്ളതാണെന്നും നിരവധി പഞ്ചായത്തുകൾ, കഴിഞ്ഞ തവണ പിടിച്ചെടുത്ത പഞ്ചായത്തുകളെക്കാൾ 50% പഞ്ചായത്തുകളിൽ BJP ഇക്കുറി വിജയം നേടുമെന്നുമാണ് നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ. ചില പ്രധാനപ്പെട്ട സർവേകളുടെ വിശദാംശങ്ങൾ വരികയാണ്. BJPക്ക് കേരളത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വോട്ട് ഷെയറിന്റെ, അതായത് BJPയുടെ വോട്ട് വിഹിതത്തിന്റെ ഒരു കണക്കാണ് പുറത്തു വരുന്നത്. തിരുവനന്തപുരത്ത് BJP 34%-ലധികം വോട്ട് നേട്ടമുണ്ടാക്കും. കൊല്ലത്ത് 20%-ലധികം വോട്ട് BJP നേടും. ആലപ്പുഴയിൽ 30%-ലധികം വോട്ടായിരിക്കും BJP നേടുക. പത്തനംതിട്ടയിൽ 30%-ലധികം വോട്ട് BJP നേടും. ആലപ്പുഴയിലെയും പത്തനംതിട്ട നമുക്കറിയാം, ശബരിമല പ്രക്ഷോഭകാലത്ത് തന്നെ BJPക്ക് അനുകൂലമായ ഒരു വളക്കൂറുണ്ടായ മണ്ണാണ്. ഏറ്റവും നിർണായകമാവുന്നത് ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ കായംകുളമടക്കം ഹരിപ്പാട് അടക്കമുള്ള മേഖലകളിൽ BJP വലിയ സ്വാധീനം നേടുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഈ സർവേയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. ഇടുക്കിയിൽ 15%+, കോട്ടയത്ത് 18%, എറണാകുളത്ത് 15%, തൃശ്ശൂരിൽ 25%. തൃശ്ശൂരിൽ പലരും കണ്ണു ചൊളിച്ചിരിക്കാം, BJPക്ക് വലിയ സ്വാധീനമുള്ള മേഖലയല്ലേ. പക്ഷേ BJP തൃശ്ശൂർ ടൗണിലാണ് BJPക്ക് സ്വാധീനമുള്ളത്. ടൗൺ വിട്ടുള്ള മേഖലകളിൽ BJPയുടെ സ്വാധീനം താരതമ്യേന കുറവാണ്. എന്നാൽ ഇക്കുറി അത് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ കിട്ടുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. പാലക്കാട് 25%, പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ തിളങ്ങുന്ന വിജയം BJP നേടുമെന്ന് ഈ സർവേ വ്യക്തമായി പറയുന്നുണ്ട്. അതുപോലെ മലപ്പുറം 12%, കോഴിക്കോട് 17%, കണ്ണൂർ 13%+, വയനാട് 13%, കാസർഗോഡ് 22%. സംസ്ഥാനത്തൊട്ടാകെ BJP NDA നേടുന്ന വോട്ട് വിഹിതം 23%. കഴിഞ്ഞ തവണ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ 20%. അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 25%-ലേക്ക് എത്തിക്കണമെന്നാണ് BJP ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ BJP 23%-ന് മുകളിൽ വോട്ട് വിഹിതം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. അത് സ്വാഭാവികമായും 24-ലേക്ക് പോലും എത്താം. അങ്ങനെയെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 10-ൽ കുറയാത്ത സീറ്റുകളിൽ BJP സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട.